ആയാലും എന്തിനൊക്കെ വേണ്ടിയാണെങ്കിലും വളരെ ബാഡായിപ്പോയി. വളരെ ബാഡ് ഗെയിമാണ്. റിലേഷൻഷിപ്പും ഫ്രണ്ട്ഷിപ്പും അല്ല. പിന്നെ എന്താണ് അവർ ഈ ബന്ധത്തിലൂടെ നമ്മളോട് പറയാൻ ട്രൈ ചെയ്യുന്നത്? സിറ്റുവേഷൻഷിപ്പാണോ? അതോ ഫ്ലേർട്ടിംഗ് ആണോ? പുറത്തൊരാൾക്ക് 1000 വട്ടം ഒത്തിരി വട്ടം കമ്മിറ്റഡ് ആണെന്ന് പറഞ്ഞിട്ട് ആ കമ്മിറ്റ്മെൻ്റ് എന്നെവിടെ? അതിനൊന്നും ഒരു വാല്യൂ ഇല്ലേ? അതൊന്നും ഇമ്പോർട്ടൻ്റ് അല്ലേ? പിന്നെ അവരുടെ ഫീലിങ്സിന് കെയർ ചെയ്യണ്ടേ? എത്രമാത്രം നിലവാരമില്ലാത്തൊരു പ്രോഗ്രാമാണെന്ന് അറിയോ? കോടതി വരെ അത് നിർത്തിവെക്കാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാനതിനെക്കുറിച്ച് എവാലുവേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിന് കുറേ ബുദ്ധിയില്ലാത്ത കുറേ ആളുകൾ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വളരെ ഏറ്റവും മോശമായൊരു പ്രോഗ്രാം. ഒരുപാട് കുട്ടികൾക്ക് അതൊരു മിസ് മെസ്സേജ് നൽകുന്നുണ്ട്. വളരെ മോശം പ്രോഗ്രാം. ഏതായാലും ഇനി ബിഗ് ബോസിലെ കുറച്ച് കാര്യങ്ങൾ പറയാം. വേറെ എന്താ, ജാസ്മിൻ ജാഫർ, ഗബ്രി, ജിൻഡോ, അതേപോലെ തന്നെ സിജോ, ഇവരൊക്കെ അങ്ങനെ കുറേ ആളുകളുണ്ട്. ഞാൻ മുന്നേക്ക് പല അപ്ഡേറ്റ്സുകളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. കാരണം ഇതിലും വലിയ സീരിയസ് ആയിട്ട് വിഷയങ്ങളുണ്ടായതുകൊണ്ട് തന്നെ ഞാൻ ആ വിഷയത്തെക്കുറിച്ച് അതുകൊണ്ടാണ് ചർച്ച ചെയ്യാതിരുന്നിരുന്നത്. അപ്പോൾ ജാസ്മിൻ ജാഫറും ഗബ്രിയും തമ്മിലുള്ള പ്രണയം അതിങ്ങനെ തരംഗമായിട്ട് പ്രേക്ഷകരെ മുന്നിൽ ഇങ്ങനെ മാഞ്ഞാളം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ജാസ്മിൻ ജാഫറിന് ഈ ഗബ്രിനോട് പ്രണയമുണ്ട്. ചില സമയങ്ങളിൽ ജാസ്മിൻ ജാഫർ അതിൽ നിന്ന് പിൻവലിയാണ്. ഗബ്രിയോട് പ്രണയമുണ്ട്. നേരത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ ജാസ്മിൻ പറഞ്ഞതുപോലെ പ്രണയമാകാതിരിക്കാൻ നോക്കുന്നു എന്ന് പറഞ്ഞല്ലോ, അത് ആയിപ്പോയി എന്നാണ് ജാസ്മിൻ പറയുന്നത്. ജാസ്മിന് ഗബ്രിയെ ഇഷ്ടമാണ്. എന്നാൽ തിരിച്ച് ഗബ്രിക്ക് അങ്ങനെ ഒരു ഇഷ്ടം ഉണ്ടോ എന്ന് അവർക്ക് സംശയമുണ്ട്. ജാസ്മിൻ പറയുന്നത് ചിലപ്പോൾ ഭയങ്കര പ്രേമമുള്ളതായിട്ട് പെരുമാറുന്നു, ചിലപ്പോൾ അങ്ങനെ പെരുമാറുന്നുമില്ല. അപ്പൊ ജാസ്മിന് ഗബ്രിക്ക് എന്താണ് ജാസ്മിനോടുള്ളത് എന്ന കാര്യത്തിൽ സംശയമുണ്ട്. പക്ഷെ ജാസ്മിന് ഉറപ്പായിട്ടും അറിയാം ജാസ്മിൻ ഗബ്രിയെ പ്രണയിക്കുകയാണ് എന്ന്. അതിന് ഇന്ന് ജാസ്മിൻ ക്ലാരിറ്റി വരുത്തുന്നുണ്ട്. ഗബ്രി ജാസ്മിനോട് ഡയറക്റ്റ് തന്നെ ചോദിച്ചു, നിനക്ക് എന്നോട് പ്രേമമാണോ? അപ്പോൾ കൃത്യമായിട്ട് ജാസ്മിൻ അതേ എന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ ഗബ്രിയുടെ ഒരു സ്റ്റാൻഡ് എനിക്ക് നോക്കുമ്പോൾ മനസ്സിലാവുന്നത്, ഗബ്രിക്ക് ജാസ്മിനെ പ്രേമിക്കാം, പക്ഷെ കല്യാണം കഴിക്കാൻ താല്പര്യമില്ല. അതാണ് ജാസ്മിൻ, അതല്ല സ്റ്റേജ്. ജാസ്മിൻ ഒരു സീരിയസ് റിലേഷൻഷിപ്പിലേക്ക് പോകുന്നതിനെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഗബ്രി ആകട്ടെ പ്രണയമുണ്ട്, പക്ഷേ കല്യാണത്തിലോട്ട് പോകാൻ താല്പര്യമില്ല. അത് ഒരു തരത്തിൽ ഫേക്ക്നെസ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് കാണാം. ചില സമയങ്ങളിൽ ഗബ്രിക്ക് ജാസ്മിനോട് ഭയങ്കരമായ സിൻസിയാരിറ്റി, അവിടെ പിടിക്കലും തൊടലും പിടിക്കലും ഇതൊക്കെ ആയിട്ട്. എന്നാലോ ചില സമയത്ത് ജാസ്മിന് അഗാധമായ പ്രണയം. ഈയിടെയായിട്ട് നമ്മുടെ സിജോ അവരോട് പറഞ്ഞ്, നിങ്ങൾ ഏതായാലും കല്യാണം കഴിക്കുക, നിങ്ങളൊന്ന് മാരേജ് ചെയ്യും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ എന്താ പറയുക, ജാസ്മിനെ ഈ ഗബ്രി തൊടാൻ ചെല്ലുമ്പോൾ ജാസ്മിൻ പറയും, പാടില്ല, നമ്മളങ്ങനെ തൊടാനൊന്നും പാടില്ല. എന്ത് തന്നെ അതിലും ഒരു വൃത്തികെട്ട ഷോണ്. ഗബ്രി ജാസ്മിനോട് കാണിക്കുന്നത് ഒരു പക്ഷേ നിലനിൽപ്പിന് വേണ്ടിയോ അല്ലെങ്കിൽ കാണാൻ കൊള്ളാന്നുള്ള ഒരു പെൺകുട്ടിയെ ഒറ്റപ്പെട്ട ഒരു സ്ഥലത്ത് കിട്ടുമ്പോൾ തോന്നുന്ന ഒരു ഇഷ്ടത്തിനപ്പുറം അതിനകത്തൊരു സിൻസിയർ അപ്രോച്ച് ഉള്ളതായിട്ട് തോന്നുന്നില്ല. അപ്പോൾ ഗബ്രിയുടെ സംഭാഷണത്തിൽ നിന്ന് എനിക്ക് തോന്നിയ കാര്യങ്ങളാണ്. ഗബ്രി തന്നെ പറയുന്നുണ്ട്, ഒരു ക്ലോസ്ഡ് സർക്കിളിനകത്ത് അപരിചിതരായിട്ടുള്ള മനുഷ്യർ വരുമ്പോൾ അവർക്കിടയിൽ സ്നേഹവും പ്രണയവും ഒക്കെ ഉണ്ടാകാം. അപ്പൊ അതിൽ നിന്ന് എനിക്ക് തോന്നിയത്, ഗബ്രിക്ക് ഇതൊരു ജസ്റ്റ് ഒരു ടൈം പാസ്, അല്ലെങ്കിൽ കുറച്ച് ദിവസം 100 ദിവസം അവിടെ നിൽക്കുമ്പോൾ കൂടെ തമാശ പറയാനും അടുത്തിരുത്താനും ഒക്കെ ആയിട്ട് ഒരു പെങ്കൊച്ച്, അത്രേ ഉള്ളൂ. അതിനപ്പുറം ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകാനോ അല്ലെങ്കിൽ ഇവിടെ പ്രണയിച്ച് കല്യാണം കഴിക്കണം എന്നുള്ള ഒരു ആത്മാർത്ഥമായ ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകാനോ ഗബ്രിക്ക് ഒരു താല്പര്യവും ഇന്ന് വരെ ഇല്ല. എന്തായാലും ജാസ്മിനും പക്ഷേ പുറത്തൊരു റിലേഷൻഷിപ്പ് ഉണ്ട്, എന്നിട്ടും ജാസ്മിൻ അറിയാതെ ഈ പയ്യനെ പ്രണയിച്ചു പോയി എന്നാണ് ഇപ്പോൾ ജാസ്മിന്റെ സംഭാഷണങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നത്. ഞാൻ എല്ലാവരെയും ചതിക്കുകയാണ്, എൻ്റെ വീട്ടുകാരെയും പുറത്തുള്ളവരെയും ഒക്കെ ഞാൻ എന്നെ തന്നെ ചതിക്കുകയാണ് എന്നാണ് ജാസ്മിൻ പറയുന്നത്. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത്, തീർച്ചയായിട്ടും ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിട്ട്, ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടായിട്ടും, ഒരു ഗെയിമിന്റെ ഭാഗമായി തുടങ്ങിയ ഒരു സാധനത്തിൽ സീരിയസ് ആയിട്ടൊരു അഫെയറിലേക്ക് അവർ പോയിരിക്കുന്നു. ഗബ്രിയോട് അവർക്ക് ആത്മാർത്ഥമായ ഒരു പ്രണയം ഉണ്ടായിരിക്കുന്നു എന്നാണ് ജാസ്മിൻ പറയുന്നത്. തന്റെ ജീവിതം തന്നെ നശിച്ചു കഴിഞ്ഞു എന്നും ജാസ്മിൻ പറയുന്നുണ്ട്. അപ്പോ പുറത്ത് നടന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെ ഉണ്ടാകുമെന്ന് ജാസ്മിന് നന്നായി. ഇതൊക്കെ കുട്ടികളൊക്കെ കാണുന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു 18+ ഒക്കെ വെക്കേണ്ടി വരും ഇനി ഈ കോലത്തിലാണെങ്കിൽ ഈ ഷോനെ കുറിച്ച് പറയുമ്പോഴേ. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ പിറകിൽ ഈ അഫ്സൽ എന്ന് പറഞ്ഞൊരു പയ്യനുണ്ട് ബലിയാടായിക്കൊണ്ടിരിക്കുന്നത്. ഈ ജാസ്മിനെ ഇടയ്ക്ക് ഈ ഗബ്രിനോട് എനിക്ക് എന്നോട് ഭയങ്കര പ്രണയമുണ്ട് എന്ന് പറയുന്നത്. അതിനിടയ്ക്ക് നമ്മളെ ഈ
ഈ ഈ അഫ്സൽ ഉണ്ടല്ലോ, ഈ അഫ്സലിൻ്റെ പുറത്തെ വിഷയമായി അഫ്സലിൻ്റെ പയ്യന് സത്യം പറഞ്ഞാൽ ഏതായാലും ഒരു ബലിയാടായിട്ട് വേറെ നിവർത്തില്ല. ഇന്ന് ഈ അഫ്സലാണെങ്കിൽ ഇവളെ വിടുന്നില്ല, കല്യാണം ഉറപ്പിച്ച് വെച്ചാണ്. പക്ഷേ ഇതിലൊക്കെ ഒരു രസം എന്താ വെച്ചാൽ ഈ ജാസ്മിൻ്റെ ഫാമിലി വീട്ടുകാർ ഇവളിതൊക്കെ ഒരു ഗെയിമിനും വേണ്ടിയിട്ടാണെന്നുള്ളതിലാണ് കേട്ടോ. ഒരു ഗെയിമിനും വേണ്ടിയിട്ടാണെന്നുള്ളതിലാണ്. പക്ഷേ സത്യം പറയുകയാണെങ്കിൽ ഗബ്രി നന്നായിട്ട് കളിക്കുന്നുണ്ട് ഗെയിം, നല്ല പെർഫെക്റ്റായിട്ട് കളിക്കുന്നുണ്ട്. അത് പലപ്പോഴും ഈ ഒരു കോൺട്രവേഴ്സി ഇഷ്യൂവിൻ്റെ ഇടയിലൊന്നും ആളുകൾ അറിയുന്നില്ല എന്ന് മാത്രം പലപ്പോഴും. പിന്നെ ഈ ജാസ്മിൻ്റെ ഫാമിലിയിൽ നിന്ന് എന്താണെന്ന് വെച്ചാൽ ജാസ്മിൻ്റെ ഫാമിലിയിൽ നിന്ന് അവരൊക്കെ വിചാരിക്കുന്നത് ജാസ്മിന് ഗെയിം കളിക്കുകയാണെന്നാണ്. സത്യം പറഞ്ഞാൽ ജാസ്മിൻ്റെ ഓഡിയൻസുകളെ വിഡ്ഢിയാക്കുകയാണ് ചെയ്യുന്നത്, ജാസ്മിൻ്റെ ഫാൻസുകളെ വിഡ്ഢിയാക്കുകയാണ്. ഇത്രയും വിഡ്ഢികളായിട്ടുള്ളൊരു ഫാൻസ് വേറെ ഇല്ല ജാസ്മിൻ്റെ ഫാൻസുകളോട് ഞാൻ പറയാനുള്ളത്. ഇത്രയും വിഡ്ഢികളായ ഫാൻസുകൾ ആണ് ജാസ്മിൻ്റെ ഫാൻസുകൾ. അവൾ പല സമയങ്ങളിലും പല സ്വഭാവങ്ങളും, ചില സമയങ്ങളിലൊക്കെ ജാസ്മിൻ സ്വയം ശപിക്കുകയാണ്. അത്രയും ശപിക്കുക. കാരണം ജാസ്മിൻ സ്വയം ശപിച്ചിട്ടില്ലെങ്കിൽ ഒരുപാട് ആളുകളെ ശാപം എന്തായാലും ജാസ്മിന് ഉണ്ടാവും. മുന്നക്ക അങ്ങനെ എടുത്ത് നോക്കിയാൽ മതി ഓരോരുത്തരും. അതിൻ്റെ മുന്നേ വേറെ ഉണ്ടായിരുന്നത്. പിന്നെ എന്താ പറയുക, അതെന്താണെന്ന് വെച്ചാൽ ഈ ജാസ്മിന് ഇപ്പോൾ സത്യം പറഞ്ഞ ഒരു ബസ് മാതിരിയാണ് ചുരുക്കി പറഞ്ഞാൽ. ഏതായാലും തന്നെ ഈ പിന്നെ ജാസ്മിന് ൻ്റെ കളികൾ എന്ന് പറഞ്ഞാൽ ഇനി നാളെ ഔട്ടാവും, മറ്റന്നാളെ പുറത്തു പോവും. അപ്പോൾ പുറത്ത് പോവോ ഇല്ല അങ്ങനെ ഒരു ഇതിലാണ്. സത്യമായി വെറുത്ത് പോയിട്ടോ, പലർക്കും അത് വെറുത്ത് പോയിട്ടുണ്ട്. ഇപ്പോഴത്തെ പ്രാവശ്യം ഈ ജാസ്മിനെ പോലത്തെ കുറച്ച് ആളുകളൊക്കെ ഈ ബിഗ് ബോസിൽ വന്നപ്പോഴേ, ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ പ്രോഗ്രാമിനൊരു നിലവാരം ഉണ്ടായിരുന്നു മുന്നൊക്കെ. അത് പിന്നീട് അതിൻ്റെ നിലവാരം ഏറ്റവും താഴ്ന്ന നിലവാരത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. പിന്നെ ഇതിനിടയ്ക്കൊക്കെ ഈ അഫ്സലിൻ്റെ ഈ പുറത്ത് അറിഞ്ഞിട്ടുള്ള ഇഷ്യൂസൊക്കെ ജാസ്മിനെ ഒരുപാട് ഇങ്ങനെ തളർത്തുന്നുണ്ട്. അപ്പം ഏതായാലും ജാസ്മിന് ൻ്റെ വിഷയത്തിൽ എന്താണെന്ന് വെച്ചാൽ ടോട്ടലി ജാസ്മിന് ഒന്നെങ്കിൽ അവളാകെ ഗെയിം കളിക്കുകയാണ് ഓഡിയൻസിന് മുന്നിൽ, അതല്ലെങ്കിൽ അവൾ എക്സാക്ട്ലി ഗെയിമിൽ നിന്ന് എന്താ പറയുക ഓഡിയൻസിനെ വിഡ്ഢികളാക്കുകയാണ്. ഇത് രണ്ടാലൊന്നാണ് എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. പല സമയത്തും ഈ ജാസ്മിനും ഗബ്രിയും അവർ തമ്മിൽ പറയുന്ന വാക്കുകളൊന്നും പലപ്പോഴും ഒരു വിലയില്ല കേട്ടോ. ഇന്നിപ്പോൾ ഒരു വാക്ക് പറഞ്ഞാൽ നാളെ വേറൊരു വാക്കാണ്. അതൊക്കെ ഒന്ന് റിപ്പോർട്ട് ചെയ്ത് വെക്കേണ്ടി വരും. ഏതായാലും ജാസ്മിനും ഗബ്രിയും പറഞ്ഞ കുറച്ച് വാക്കുകൾ ഞാനിവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്. മനസ്സിലായ? അതായത് ഗബ്രി സത്യം പറഞ്ഞാൽ സീരിയസ് ആയിട്ട് ജാസ്മിനെ പ്രണയിക്കുന്നില്ല. ഗബ്രിക്കൊരു സത്യം പറഞ്ഞാൽ ഒരു നേരം പോക്കാണ്. ജാസ്മിന് ചില സമയങ്ങൾ ഭയങ്കര സീരിയസ് ആയിരിക്കും, എന്നാലോ ചില സമയങ്ങൾ ജാസ്മിന് സീരിയസ് ഉണ്ടാവില്ലായിരുന്നു. ഇനിയിപ്പോൾ പുറത്തിറങ്ങിയ അഫ്സലിനെ വേണമെന്നുണ്ട്, വീട്ടുകാർ അഫ്സലിനെ കൊണ്ട് കല്യാണം പറഞ്ഞു വെച്ച ആ ഒരു ഇതിലും ഒക്കെയാണ്. അപ്പം ഇവർ തമ്മിൽ പറഞ്ഞ 2 സമയങ്ങൾ പറഞ്ഞ വാക്കുകളാണ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. കാരണം ഇവരെ വാക്കിന് അങ്ങനെയാണല്ലോ 2 പേരും തമ്മിൽ, ഒരാൾക്ക് ഇതില്ല. അപ്പം ഗബ്രിയെ പറഞ്ഞ് ഞാൻ ആദ്യം ഒന്ന് പറയട്ടോ. ഗബ്രി മുമ്പ് പറഞ്ഞത്, അത്രയും സ്പെഷ്യൽ ആയ വ്യക്തിയുമായിട്ട് ഫിസിക്കൽ ഇൻറ്റിമേഷൻ പാടുള്ളൂ. നിന്നോടുള്ള എൻ്റെ കണ്ണിലെ പ്രണയം മാറ്റാൻ എനിക്ക് പറ്റില്ല. ഗബ്രി മുൻപ് ഗബ്രി അത് പറയില്ല. ഗബ്രി ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഗബ്രിൻ്റെ മൈൻഡിൽ വേറെയാണ്, അത് അങ്ങനെയാണല്ലോ. ഇപ്പം ഗബ്രി പറയേണ്ടത് എന്താ പറയുക, ഇപ്പോൾ കല്യാണം കഴിക്കാൻ പറ്റാത്ത ആളെ ഞാൻ എന്തിനു പ്രേമിക്കണം? എന്തായി? അപ്പോൾ അതാണ് സംഭവം. ഇനി ജാസ്മിന് മുമ്പ് പറഞ്ഞ് നോക്കാം. ഞങ്ങൾ കൈ പിടിച്ചാലോ കെട്ടിപ്പിടിച്ചാലോ നിങ്ങൾക്കെന്താ ഫ്രണ്ട്സുകൾ തമ്മിൽ കെട്ടിപ്പിടിച്ചൂടെ, ഉമ്മ വെച്ചൂടെ? വേണ്ട. മുമ്പ് ജാസ്മിൻ പറഞ്ഞതാണ് മുമ്പ്. ഇപ്പം ജാസ്മിൻ പറയുന്നത് എന്താ അറിയോ? ജാസ്മിന് ഇപ്പോൾ പ്രേമം ഇല്ലെങ്കിൽ നമ്മുടെ ചെയ്തികൾ മാറ്റണം. ഇവരൊക്കെ സപ്പോർട്ട് ചെയ്യേണ്ട ആധുനിക മനുഷ്യന്മാരെ കണ്ടുപിടിച്ച ആളുകളുണ്ടല്ലോ, ഓൽക്ക് നമ്മളൊരു അവാർഡ് അങ്ങോട്ട് കൊടുക്കണം.
എങ്ങനെ ഇവരെ കണ്ടുപിടിച്ച ആൾക്കാർക്ക് നമ്മളൊരു അവാർഡാണ് കൊടുക്കണം. ബിഗ് ബോസ് സീസൺ 6 കക്ഷത്തിലുള്ളത് പോയതറിഞ്ഞപ്പോൾ ഉത്തരത്തിൽ കിട്ടാൻ വേണ്ടിയുള്ള പെടാപ്പാണ് ഇന്നത്തെ എപ്പിസോഡിലെ സോഫ സമ്മേളനം. ഫസ്റ്റ് ഡേ മുതലുള്ള കംഫർട്ട്സ് ആണായിരുന്നല്ലോ. കടിക്കാനും മാന്താനും നുള്ളാനും ഉമ്മ വയ്ക്കാനും എന്തെല്ലാം ചെയ്യാനുമുള്ള കംഫർട്ട് സോൺ. ആ വീട്ടിലുള്ളവരെല്ലാവരെയും ഡിസ്കംഫർട്ടാക്കിയുള്ള കംഫർട്ട് സോൺ. എല്ലാവരും പറഞ്ഞപ്പോഴും തങ്ങൾ തെറ്റൊന്നും ചെയ്യുന്നില്ല, കാണുന്നവരുടെ കണ്ണിലാണ് തെറ്റ് എന്ന് പറഞ്ഞപ്പോഴും വാക്ക് കൊടുത്തിട്ടുണ്ടെന്ന് 1000 വട്ടം പറഞ്ഞ് ആ വ്യക്തിയുടെ ഫീലിങ്സും കൊടുത്ത വാക്കിനുള്ള കമ്മിറ്റ്മെൻറ്റും ഒന്നിനും വകവയ്ക്കാതെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടി അതെല്ലാം തെറ്റിപ്പോയി, എല്ലാം മാറിപ്പോയി എന്നറിഞ്ഞപ്പോൾ ഇപ്പോൾ ഒരു നാടകം, എല്ലാം വൈറ്റ് വാഷ് അടിക്കാൻ. എന്തിനാണ്? ഇനി ഇതെങ്കിലും കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണോ? അതോ ഇനി അടുത്ത 45 ദിവസം നിൽക്കാനുള്ള ഒരു പ്ലാനാണോ? സ്വന്തം അപ്പം ഒന്ന് പറഞ്ഞാലും ആരൊക്കെ പറഞ്ഞാലും ഈ ഷോയേക്കാളൊക്കെ എനിക്ക് വലുതാണെന്ന് പറഞ്ഞാൽ നൈസായിട്ട് മാറിപ്പോയി. ഇനി നെക്സ്റ്റ് മൂവാണോ, നെക്സ്റ്റ് ഗെയിമാണോ? എന്തിൻ്റെ പ്ലാൻ ആയാലും എന്തിനൊക്കെ വേണ്ടിയാണെങ്കിലും വളരെ ബാഡായിപ്പോയി, വളരെ ബാഡ് ഗെയിമാണ്. റിലേഷൻഷിപ്പും ഫ്രണ്ട്ഷിപ്പും അല്ല, പിന്നെ എന്താണ് അവർ ഈ ബന്ധത്തിലൂടെ നമ്മളോട് പറയാൻ ട്രൈ ചെയ്യുന്നത്? സിറ്റുവേഷൻഷിപ്പാണോ അതോ ഫ്ലേട്ടിംഗ് ആണോ? പുറത്തൊരാൾക്ക് 1000 വട്ടം ഒത്തിരി വട്ടം കമ്മിറ്റഡ് ആണെന്ന് പറഞ്ഞിട്ട് ആ കമ്മിറ്റ്മെൻറ്റ് എന്തെവിടെ? അതിനൊന്നൊരു വാല്യൂ ഇല്ലേ? അതൊന്നും ഇമ്പോർട്ടൻ്റ് അല്ലേ? പിന്നെ അവരുടെ ഫീലിങ്സിന് കെയർ ചെയ്യണ്ടേ? ഇതൊന്നും സ്വന്തം വീട്ടുകാരെ കെയർ ചെയ്യണ്ടേ? ഇതൊരു ഗെയിമാണ്, ഇതിൻ്റെ അപ്പുറത്തേക്ക് ഒരു ലൈഫുണ്ട്. ഇതൊക്കെ മറന്നിട്ടുള്ള ഗെയിം എവിടെ ചെന്ന് അവസാനിക്കും? എന്തിനാണിങ്ങനെ? ഇതിനെ അതോ കംഫോർട്ട് സോണിൽ ചെന്ന് പെട്ടപ്പോൾ അവർ ചെയ്തതും പറഞ്ഞതുമായ കാര്യങ്ങൾ അവർ തന്നെ മറന്നുപോയതാണോ? ക്യാമറകളുണ്ട് എന്ന് പറഞ്ഞ് ഒരു നിമിഷം എന്തൊക്കെയോ ചെയ്തതാണോ? എന്തൊക്കെയോ പറഞ്ഞതാണോ? എന്നിട്ട് ഒന്ന് പിഴച്ചു എന്ന് പറഞ്ഞപ്പോൾ അല്ലെങ്കിൽ അത് മനസ്സിലായപ്പോൾ അതിനെ വൈറ്റ് വാഷ് അടിക്കാനാണോ ഇങ്ങനെ കൂടിച്ചേർന്നിരുന്ന് ഭയങ്കരമായ നാടകവും ഭയങ്കരമായ ഓവർ ആക്ടിങ്ങും? കഷ്ടം തന്നെയാണ്. ഏതായാലും ബിഗ് ബോസ് സോഹ. ഇനി ഏതായാലും ജാസ്മിൻ ഏതായാലും ഇന്നല്ലെങ്കിൽ നാളെ ജാസ്മിൻ പോകുന്ന ജാസ്മിൻ പറയുന്നത്. അപ്പോൾ ഓക്കെ, ബിഗ് ബോസിൻ്റെ മറ്റ് വിശേഷങ്ങളായിട്ട് ഞാൻ പിന്നെ വരണ്ടേ. ഏതായാലും ബിഗ് ബോസിൻ്റെ വിശേഷങ്ങൾ ഈ ഇലക്ഷൻ്റെ സമയത്തൊക്കെ ബിഗ് ബോസിൻ്റെ വിശേഷങ്ങളിലേറെ വലിയ വിശേഷങ്ങൾ കത്തിപ്പടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ 1ാം ക്ലാസ്സിലെ വിശേഷങ്ങൾ ഇനിയും ഇടയ്ക്കൊക്കെ ചെറിയ 1ാം ക്ലാസ്സിലെ കുട്ടികൾക്കൊക്കെ കാണാമല്ലോ.